നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മലയാളത്തിൻ്റെ എന്നത്തെയും പിന്നണി ഗായിക ആര് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, അത് പി സുശീലാമ്മയാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് നമ്മൾ വിളിച്ചിട്ടുള്ളത് ലതാ മങ്കേഷ്കറെയാണ്. അവരോടൊപ്പം തന്നെ ചേർത്ത് വിളിക്കേണ്ട നാമധാരിയാണ് പി സുശീലാമ്മ. പളുങ്ക് വീഴുന്ന ശബ്ദം എന്നാണ് സുശീലാമ്മയെ ദേവരാജൻ മാഷ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പളുങ്ക് വീഴുന്ന ശബ്ദം. നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ്റെ പ്രിയ ഗായികയായിരുന്നു സുശീലാമ്മ. ജയേട്ടനോട് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ 100 പാട്ടുകൾ വേണമെങ്കിൽ സുശീലാമ്മയുടെ അത് കാണാതെ പാടുമായിരുന്നു അദ്ദേഹം. സുശീലാമ്മയ്ക്ക് 90 വയസ്സ് തികഞ്ഞു. നവതി ആഘോഷിക്കുന്ന സുശീലാമ്മയെ നമ്മുടെ സർക്കാരുകൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടേയില്ല. 17,695 പാട്ടുകൾ ഇതുവരെ പാടിയ ഗായികയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയ ഗായികയാണ് സുശീലാമ്മ. മാറി മാറി വരുന്ന സർക്കാരുകൾക്കൊക്കെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കാനും JC ഡാനിയൽ പുരസ്കാരം കൊടുക്കാനും വേറെ മാനദണ്ഡങ്ങളാണ്, അല്ല മിടുക്കും കഴിവൊന്നുമല്ല. ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ആ അവാർഡുകൾ കൊടുക്കുന്ന വേദിയിലാണല്ലോ JC ഡാനിയൽ അവാർഡും കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു പുറം ചൊറിയുന്നവനോ നമ്മുടെ ഒരു വാലാട്ടിക്കോ ആയി ഈ വർഷം കൊടുക്കാനുള്ള ആളെ എപ്പോഴേ നിശ്ചയിച്ചിട്ടുണ്ടാവും സാംസ്കാരിക വകുപ്പ്. എന്നിട്ട് വേറെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഉണ്ടായിരുന്നതൊക്കെ അവസാനിപ്പിച്ച് എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരു 3 അംഗ ജൂറി അങ്ങ് പ്രഖ്യാപിക്കും. അവർക്ക് നക്കാപിച്ച എല്ലും കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തിട്ട് തങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന പേരുകാരനെ പ്രഖ്യാപിക്കാൻ പറയും. വായി നോക്കികൾ ഒരു പ്രതിഷേധവുമില്ലാതെ ഒപ്പിട്ട് കൊടുത്ത് കാശും വാങ്ങിപ്പോകും. ഇത്തവണയും പി സുശീലാമ്മയും S ജാനകിയമ്മയും ബാലചന്ദ്ര മേനോനെയും പോലുള്ള സമഗ്ര സംഭാവനയ്ക്ക് അവാർഡ് വാങ്ങാൻ കഴിയുന്ന ഇതുപോലുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ മറക്കും, തഴയും. ഇതാണ് ഈ നാടിൻ്റെ അവസ്ഥ. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ നോക്കിക്കോ. JC ഡാനിയൽ പുരസ്കാരം ഇപ്പോൾ ഒരു 5-10 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. സജി ചെറിയാൻ വന്നിരുന്ന 3 അംഗ ജൂറി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഇടതുപക്ഷ സർക്കാരിനോ മന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ ഒന്നും ഇതിൽ യാതൊരു ബന്ധവുമില്ല. മിടുക്കരായ 3 പേർ നിശ്ചയിച്ച ഈ ഓച്ചന് കൊടുക്കുന്നു എന്ന് പറയും പത്രസമ്മേളനത്തിൽ. ഈ പ്രായാധിക്യമായ 10-50 വർഷത്തിലധികം കാലം, 10-60 വർഷക്കാലം സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച സുശീലാമ്മയും വേണ്ട, S ജാനകിയും വേണ്ട. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഗാനങ്ങളും എഡിറ്റിങ്ങും ഗായകനും നിർമ്മാതാവും വിതരണക്കാരനും ഒക്കെ ആയിരുന്ന സമഗ്ര സംഭാവനയ്ക്ക് ഏറ്റവും യോഗ്യതയുള്ള ബാലചന്ദ്ര മേനോനെ പോലുള്ളവരെയും മാറി മാറി വരുന്ന ഒരു സർക്കാരും അംഗീകരിക്കില്ല. പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറ്റിച്ചൂലുകൾക്കായിരിക്കും പ്രഖ്യാപിക്കുക. എന്നോട് ഒരിക്കൽ ഗണേശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഗണേശനോട് പറഞ്ഞു, നിങ്ങളെ സിനിമയിൽ കൊണ്ടുവന്ന KG ജോർജിന് JC ഡാനിയൽ അവാർഡ് കൊടുക്കാതെ വേറെ ഏവന് കൊടുത്തിട്ട് എന്ത് കാര്യം ഗണേശ, നിങ്ങളിരിക്കുമ്പോഴെങ്കിലും അത് ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ ശാന്തിവിളെ? ഉമ്മൻചാണ്ടി സാറിനെ മൂത്രം ഒഴിക്കാൻ പോലും വിടാതെ, ഇടം വലം വിടാതെ കൂടെ കയറി ശുപാർശ ചെയ്യുന്നവന്മാരാണ് ഇത് അടിച്ചുകൊണ്ട് പോകണം, ഞാൻ എന്ത് ചെയ്യാം നോക്കട്ടെ. പക്ഷേ പിറ്റേ വർഷം ജോർജ് സാറിന് കൊടുത്തു. ഞാൻ അധികം പറയുന്നില്ല. സുശീലാമ്മയെ മറന്നുകൊണ്ടുള്ള, ജാനകി അമ്മയെ മറന്നുകൊണ്ടുള്ള, ബാലചന്ദ്ര മേനോനെ മറന്നുകൊണ്ടുള്ള JC ഡാനിയൽ അവാർഡിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നമസ്കാരം. തിരുവനന്തപുരത്തെ തലസ്ഥാനത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി നെയ്യാറ്റിൻകരയ്ക്കടുത്ത് നിംസ് മെഡിസിറ്റി എന്ന് പറഞ്ഞ ഒരു ആശുപത്രിയുണ്ട്. തിരുവനന്തപുരത്തുകാർക്ക് പ്രിയപ്പെട്ട ആശുപത്രി ആയിരിക്കാം. ഇവരുടെ സഹോദര സ്ഥാപനമാണ് കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്കടുത്ത് കുമാരകോവിലിനടുത്ത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ എല്ലാം അധിപനായ മജീദ് സാറുമായി എനിക്ക് നല്ല അടുപ്പമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഇതെല്ലാം നോക്കി നടത്തുന്ന ഫൈസൽ ഖാനുമായിട്ട് നല്ലൊരു ജ്യേഷ്ഠാനുജ ബന്ധമുണ്ട് എനിക്ക്. മജീദ് സാറിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുള്ളതിനാൽ
സാറിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വലിയ മനുഷ്യനാണ് മജീദ് സാർ. 550 ഏക്കറിലാണ് അങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്ന, ഒരു സൈഡ് മുഴുവൻ ഉയരങ്ങളിലുള്ള മല, പാറയൊക്കെയുള്ള മരങ്ങളും ഒക്കെയുള്ള വലിയ മല, കുരങ്ങന്മാരും പാമ്പുകളും എല്ലാം ഉള്ള മല. അതിൻ്റെ താഴെയാണ് ഈ 550 ഏക്കറിൽ പരന്ന് കിടക്കുന്ന 5500ഓളം കുട്ടികൾ എൻജിനീയറിങ്ങിൻ്റെ എല്ലാ വിഭാഗവും പഠിക്കുന്ന നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിൻ്റെ അധിപനെ പറ്റി പറയാൻ ഒരു എപ്പിസോഡ് പോരാതെ വരാം. മജീദ് സാറിനെ പറ്റി പറഞ്ഞെങ്കിൽ ഒരു എപ്പിസോഡ് പോരാ, 1 മണിക്കൂർ പറഞ്ഞാലും പോരാ. നിംസ് മെഡിസിറ്റിയുമായി ചേർന്ന് ഹാർട്ട് ടു ഹാർട്ട് എന്ന പദ്ധതിയിലൂടെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായി നമ്മുടെ മമ്മൂട്ടി നടത്തി കൊടുക്കുന്നു. 376 പേർക്ക്, നിർത്തനരായ രോഗികൾക്ക് ഇതേവരെ സൗജന്യമായി ഹൃദയ ശസ്ത്രക്രിയ, ഓപ്പൺ ഹാർട്ട് സർജറി സൗജന്യമായി മമ്മൂക്കയും നിംസും കൂടെ ചേർന്ന് നടത്തി കൊടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട നടി സുകുമാരി ചേച്ചിയുടെ, അതുപോലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്ന സുനിൽ ഗുരുവായൂർ അടക്കം ഈ ഹാർട്ട് ടു ഹാർട്ട് പദ്ധതിയിലൂടെ സിനിമാ രംഗത്ത്, കലാരംഗത്തുള്ള ഒരുപാട് പേർക്ക് ഓപ്പൺ ഹാർട്ട് സർജറി സൗജന്യമായി അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവർ 2 പേര് സർജറി ചെയ്ത് കിടക്കുമ്പോഴും ഞാനവിടെ പോയിരുന്നു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് മടങ്ങുമ്പോഴും സുകുമാരി ചേച്ചി ഫൈസൽ ഖാന് സ്വന്തം മകനെ പോലെയായിരുന്നു. അവർക്കൊരു മകനാണല്ലോ ഡോക്ടർ സുരേഷ്. സുകുമാരി ചേച്ചി ഇവിടെ കിടക്കുമ്പോൾ സുരേഷ് ഉണ്ടായിരുന്നു അവിടെ ആശുപത്രിയിൽ. ഞാൻ പോയപ്പോൾ സുരേഷുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. സുരേഷിനേക്കാൾ സ്നേഹത്തോടെയാണ് ഫൈസൽ ഖാനോട് സുകുമാരി ചേച്ചി ഇടപഴകിയിരുന്നത്. അവരൊരാഗ്രഹം പോകുന്നതിന് മുമ്പായിട്ട് ഫൈസൽ ഖാനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കൈവശമുള്ളതെല്ലാം, ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നതെല്ലാം ഇവിടെ സൂക്ഷിക്കണം, ഇവിടെ നിംസ് മെഡിസിറ്റിയിൽ സൂക്ഷിക്കണം എന്ന് അവരൊരാഗ്രഹം പറഞ്ഞു. നനച്ചിരിക്കാതെ സുകുമാരി ചേച്ചി വിട പറഞ്ഞപ്പോൾ ഫൈസൽ ഖാൻ ആ പറഞ്ഞ വാക്ക് പാലിച്ചു. മദ്രാസിൽ വണ്ടിയും ആളുകളെയൊക്കെ അയച്ച് ചേച്ചിക്ക് കിട്ടിയതെല്ലാം, ചേച്ചി സൂക്ഷിച്ചു വച്ചതെല്ലാം, വാച്ചുകളടക്കം, നിരവധി വാച്ചുകളടക്കം മകൻ സുരേഷിൽ നിന്ന് നിംസ് മെഡിസിറ്റി കൈപ്പറ്റി. ഷീൽഡുകളും ഫോട്ടോകളും അടക്കം എല്ലാം കൊണ്ടുവന്നു. ഇത് സൂക്ഷിക്കാൻ ഒരിടം വേണം, അതിന് സുകുമാരി ചേച്ചിയുടെ പേരിടണം എന്ന് തീരുമാനിച്ചു. കുമാരകോവിലിലെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു വശം മലകളാൽ ചുറ്റപ്പെട്ട 550 ഏക്കറിൽ പരന്നു കിടക്കുന്ന നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി കാമ്പൗണ്ടിൽ ഒരു മനോഹരമായ കെട്ടിടമുയർന്നു. അവിടെ സുകുമാരി ചേച്ചിയുടെ രേഖകൾ സൂക്ഷിക്കുക മാത്രമല്ല, സുകുമാരി ചേച്ചിയുടെ പേരിൽ സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടി പണിതുയർത്തി. ആദ്യം BSc ഫിലിം മേക്കിംഗ്, BSc ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ്, MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നിവയാണ് സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയിലെ പഠന വിഷയങ്ങൾ. അപ്പോൾ അവിടെ ഫോട്ടോകളൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ വയ്ക്കണം, എങ്ങനെ വയ്ക്കണം എന്നൊക്കെ ഒരു സജഷൻ കേൾക്കാനായിട്ട് ഫൈസൽ ഖാൻ വിളിച്ച് കേട്ടു, ചേട്ടാ ഒന്ന് വരുമോ എന്നിട്ട്. ഞാൻ പിന്നെ എന്ത് ഞാൻ വരാം. അങ്ങനെ അവരെന്നെ വന്ന് തക്കലയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ യൂണിവേഴ്സിറ്റി ഒന്ന് കണ്ടില്ല എങ്കിൽ വലിയ നഷ്ടമായി പോയതേ. മലകളിൽ ആഹാരങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടായിരിക്കാം ഈ കുരങ്ങന്മാരൊക്കെ അക്രമാസക്തരാകൂല, മച്ചിങ്ങ വരെ വലിച്ചു പറിച്ച് താഴേക്ക് ഇട്ടുകളയില്ലേ. മജീദ് സാറാണെങ്കിൽ ഈ മരങ്ങളെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന മനുഷ്യനുമാണ്. അങ്ങനെ ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക. അവർ കൃത്യസമയത്ത് വന്ന് ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഒരു ശല്യവുമില്ലാതെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കളിച്ചും ചിരിച്ചും ഓടിയും അടികൂടിയും ഒക്കെ കഴിയുന്നു. എനിക്ക് കണ്ട ഭയങ്കരമായ ഇഷ്ടം തോന്നി. വലിയൊരു തിയേറ്ററും അവിടെ ഉയരുകയാണ്. പ്രകൃതി സുന്ദരമായ അന്തരീക്ഷത്തിൽ, പട്ടണ തിരക്ക് ഒന്നുമില്ലാത്ത, മരങ്ങളും മൃഗങ്ങളും ഒക്കെ യഥേഷ്ടമുള്ള ഈ കലാലയ പശ്ചാത്തലത്തിൽ മനോഹരമായി പുതുതലമുറയ്ക്ക് സിനിമ പഠിച്ചിറങ്ങാനാകും. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഒരു സ്ത്രീ അഭിനേത്രിയെ നമ്മുടെ സർക്കാർ അടക്കം മറന്നപ്പോഴും ഫൈസൽ ഖാൻ മറന്നില്ല എന്നുള്ളതാണ് ആ മനുഷ്യനോട് എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നുന്നത്. സുകുമാരി ചേച്ചിയുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ സുകുമാരി ചേച്ചിയുടെ ഫോട്ടോകളൊക്കെ അവിടെ ഓരോ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കണ്ടപ്പോൾ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും പണി കഴിയുമ്പോഴേക്കും, തിയേറ്ററിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ,
എല്ലാം കഴിയുമ്പോഴേക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊരു രസകരമായ ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും പറയാം. തീർച്ചയായിട്ടും ഫൈസൽ ഖാൻ അഭിനന്ദനം അർഹിക്കുന്നു. അതിൻ്റെ ഓപ്പണിംഗ് എന്താ പറയുക ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. നമ്മുടെ എന്താ പറയുക പുതിയ തലമുറയ്ക്ക് ആർക്കെങ്കിലും സീരിയസ് ആയി സിനിമ മേക്കിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയിൽ പോയി അഡ്മിഷൻ വാങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു മുതൽകൂട്ട് തന്നെയായിരിക്കും. അടുത്ത കഥ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ, എൻ്റെ പ്രിയപ്പെട്ട ജയേട്ടൻ കടന്നുപോയിട്ട് 45 വർഷം തികഞ്ഞു ഈ നവംബർ 16-ാം തീയതി. ഇന്നലെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ 86 വയസ്സായേനെ. ഈ കഴിഞ്ഞ ജൂലൈയിൽ 86 വയസ്സായ ജരാനര ബാധിച്ച ജയേട്ടനെ ഇന്ന് കാണുന്ന തരത്തിൽ ആരാധക കൂട്ടം സ്നേഹിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ബ്രൂസ്ലി ആയാലും ജയനായാലും അകാലത്തിൽ പോയ സിൽക്ക് സ്മിത ആയാലും ഇവരെയൊക്കെ നമുക്ക് ജരാനരം ബാധിച്ച് കാണാൻ നമ്മളെ മനസ്സ് അനുവദിക്കില്ല. 41 വയസ്സുള്ളപ്പോൾ ഹെലികോപ്റ്ററിൽ തൂങ്ങി സ്വയം രക്തസാക്ഷിയായി മാറിയ കലാകാരനാണല്ലോ ജയേട്ടൻ. വെറും 6 വർഷം മാത്രം സിനിമയിൽ നിലകൊള്ളുക, അതിൽ അവസാനത്തെ 2 വർഷം രാജാവായി, കിരീടം വച്ച രാജാവായി ജീവിക്കുക. മരിച്ചിട്ട് 45 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം അപകടത്തിൽ മരിക്കുമ്പോൾ ജനിക്കാത്തവർ പോലും ആരാധനയോടെ കാണുന്നു അദ്ദേഹത്തെ. ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണത്. ചാർലി ചാപ്ലിനെ പോലെ, ബ്രൂസ്ലിയെ പോലെ ഇന്ത്യൻ സിനിമയിൽ ഒരു ജയന് മാത്രം അവകാശപ്പെടാനാകുന്ന അംഗീകാരമാണിത്. 10ാം തരം വരെ മാത്രമേ അദ്ദേഹം പഠിച്ചുള്ളൂ. 15ാമത്തെ വയസ്സിൽ ബോയ്സ് നേവിയിൽ ചേർന്നു. 16 വർഷം നേവിയിൽ ജോലി ചെയ്തു. മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസറായി 1970 മടക്കം കൊച്ചി നേവൽ ബേസിൽ നിന്നു. അവിടെയാണ് വിരമിച്ചത്. അതുകൊണ്ടായിരിക്കണം ഇനി എൻ്റെ തട്ടകം കൊച്ചിയാണെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ഒരു ലോഡ്ജ് മുറിയിലെ താമസം, കയ്യിൽ ഒരു ജാവ ബൈക്കുണ്ട്. അക്കാലത്ത് കൊച്ചിക്കാരൊക്കെ വിളിച്ചിരുന്നത് ജാവ നായർ എന്നായിരുന്നു. അതിൽ തൻ്റെ വാട്ടർമാർക്ക് പോലെ തുന്നിയ സഫാരി സൂട്ടിട്ട് കൊച്ചിയിലൂടെ അദ്ദേഹം കറങ്ങുമായിരുന്നു. കുറച്ചു കാലം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അരി എത്തിച്ച് ഹോൾസെയിലായിട്ട് കച്ചവടം നടത്തിയിരുന്നു. അരിക്ക് ക്ഷാമമുള്ള കാലമായിരുന്നു അപ്പോൾ. തൻ്റെ ഇനിയുള്ള ജീവിതം സിനിമയിലെന്ന് എപ്പോഴോ ഉറപ്പിച്ചു. ഇതിനിടയിൽ ജോസ് പ്രകാശുമായിട്ടുള്ള സൗഹൃദവും അതിനൊരു കാരണമായിരിക്കാം. ഈ തീരുമാനത്തിന് പിന്നിൽ അതുകൊണ്ടാവാം. എറണാകുളം ജോസ് ജംഗ്ഷനിൽ ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ ജോസഫ് നടത്തിയിരുന്ന ഡ്രൈ വാഷിംഗ് സെൻറ്ററിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ജയൻ എന്ന കൃഷ്ണൻ നായർ. അടുപ്പക്കാർ ജയേട്ടനെ വിളിച്ചിരുന്നത് ബേബി എന്നാണ്. ജോസ് പ്രകാശ് സാറൊക്കെ വിളിച്ചിരുന്നത് ബേബി എന്നാണ്. രാവിലെ കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞ് ജാവയിൽ കയറി ഈ ജോസ് ജംഗ്ഷനിലെ ഈ ഡ്രൈ വാഷിംഗ് സെൻറ്ററിലെത്തിയാൽ ഉച്ചയ്ക്ക് ഊണ് കഴിയുന്ന സമയം വരെ അവിടെ സൗഹൃദ വലയത്തിനിടയിൽ നിൽക്കും. ഉച്ചയ്ക്ക് പിരിയും. വൈകുന്നേരം വീണ്ടും വരും. രാത്രി വരെ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഷേണായുസിലോ എവിടെയെങ്കിലും കയറി ഒരു സിനിമയും കണ്ടിട്ട് ലോഡ്ജ് മുറിയിലേക്ക് പോകുമായിരുന്നു. ബേബിയെ ജോസ് പ്രകാശ് സുഹൃത്തായ ജേസിക്ക് പരിചയപ്പെടുത്തി. പിന്നെ ജേസി സാറിൻ്റെ വീട്ടിൽ സ്ഥിരമായി ചെസ്സ് കളിക്കാൻ ചെല്ലുക പതിവായി. അങ്ങനെ 1974 നടനായിരുന്ന ജേസി സാർ സംവിധായകനായപ്പോൾ ആദ്യ ചിത്രമായ ശാപമോക്ഷത്തിൽ ആദ്യത്തെ രാത്രിയെ വരവേൽക്കാൻ എന്നുള്ള പാട്ട് സ്റ്റേജിൽ പാടുന്ന കഥാപാത്രത്തിലൂടെ ജയേട്ടൻ അഭിനയത്തിന് തുടക്കമിട്ടു. ചെറു വേഷങ്ങളിലൂടെ വന്ന് 1979 ശരപഞ്ചരത്തിലൂടെ വില്ലനായ നായകനായി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നില്ല. പിറ്റേ വർഷം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. മരിച്ച് 45 വർഷം പിന്നിടുമ്പോൾ ജയൻ മലയാളിക്ക് ഇന്നും ഒരു പ്രതിഭാസമാണ്. മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്ഥാനം മലയാളിയുടെ മനസ്സിൽ ജയേട്ടനുണ്ട്. അമ്മയ്ക്ക് ഭർത്താവുള്ളപ്പോൾ
അമ്മയ്ക്ക് ഭർത്താവുള്ളപ്പോൾ തന്നെ അവിഹിത ബന്ധം അമ്മയ്ക്കുണ്ടായിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയുന്ന മകനും, അവനെ എടുത്തുകൊണ്ട് നടക്കാൻ നാണമില്ലാത്ത കുറേ യൂട്യൂബർമാരെന്ന് പറയുന്ന പിച്ചക്കാരും ചേർന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു നാടാണല്ലോ കേരളം. പട്ടിഷോ നടത്തുന്ന ലാഘവത്തോടെ ഒരുത്തനെ ജയൻസിന് ചില സിനിമകളിൽ ചെയ്ത വേഷങ്ങളിൽ കോട്ടും സൂട്ടും വിഗും കണ്ണടിയും ഒക്കെ പിടിപ്പിച്ച് അയാളെ വിഡ്ഢിവേഷം കെട്ടിച്ച് അത് ചിത്രീകരിച്ച് കാണിക്കാനും അത് കണ്ട് പ്രോത്സാഹിപ്പിക്കാനും കമൻ്റ് ഇടാനും തയ്യാറാകുന്ന പമ്പര വിഡ്ഢികളുള്ള നാടാണ് നമ്മുടെ കേരളം. സ്വന്തം അമ്മയ്ക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നവനെ പ്രോത്സാഹിപ്പിക്കുന്ന നാടാണിപ്പോൾ കേരളം. എന്നിട്ടും ജയേട്ടൻ്റെ പ്രസക്തി നഷ്ടമാവുന്നില്ല. അതൊരിക്കലും നഷ്ടമാവില്ല, ഇനി ആരൊക്കെ വിചാരിച്ചാലും. ആ അനശ്വരനായ കലാകാരന് 45 വർഷമായി അദ്ദേഹം ഈ ലോകം വിട്ടു പോയിട്ട് എൻ്റെ മനസ്സിൽ ഇന്നും ജയേട്ടൻ അണയാതെ നിൽക്കുന്ന ഒരു രൂപമാണ്. ആ അനശ്വര കലാകാരന് ഒരു നല്ല നമസ്കാരം. അടുത്ത കഥ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ ധാന്യമണിയും ഇതാര് ഭക്ഷിക്കണം എന്ന് പടച്ചോൻ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ടാകും എന്ന്. സിനിമയിലുള്ള ചില കഥകൾ കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് തോന്നാറുണ്ട്. നമ്മുടെ പ്രശസ്ത ഗായകനായ KP ഉദയഭാൻ തിരക്കിൽ നിൽക്കുന്ന കാലം അദ്ദേഹത്തിൻ്റെ അസൗകര്യം കാരണവും അസുഖം കാരണവും റെക്കോർഡിങ് മാറ്റിയ പാട്ടായിരുന്നു PN മേനോൻ്റെ റോസി എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലിയാമ്പൽ കടവിലെ അരയ്ക്ക് വെള്ളം, അന്ന് നമ്മളൊന്നായി തൊഴിഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം എന്നുള്ള മനോഹരമായ പാട്ട്. എന്നാൽ തുടക്കക്കാരനായ യേശുദാസിനെ കൊണ്ട് പാടിക്കാം എന്ന് തീരുമാനമായി. കാരണം ഉദയഭാനുവിൻ്റെ ശബ്ദമൊക്കെ പോയി, ജലദോഷം കൊണ്ടും പനി കൊണ്ടും ഒക്കെ. പിന്നെ എന്തൊക്കെ അസൗകര്യങ്ങളും വന്നു. അങ്ങനെ 4 തവണ എന്തോ മാറ്റി വെച്ചപ്പോൾ നമുക്ക് ആ പുതിയ പയ്യനെ വിളിച്ച്, കൊച്ചിയിൽ നിന്ന് വന്ന ആ പയ്യൻ ഉണ്ടല്ലോ, അവനെ വിളിച്ച് പാടിക്കാം എന്ന് തീരുമാനമായി. ഉദയഭാനു ചേട്ടൻ പാടേണ്ട പാട്ട് ഞാൻ പാടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രൊഫഷണലിസം കാണിച്ച ഗായകനാണ് ദാസേട്ടൻ. അദ്ദേഹം പിടികൊടുത്തില്ല. അവസാനം ഉദയഭാനു ചേട്ടൻ തന്നെ വിളിച്ച്, ദാസേ ആ പാട്ടൊന്ന് പാടിക്കൊടുക്ക് എന്ന് പറഞ്ഞതിന് ശേഷമാണ് യേശുദാസ് അല്ലിയാമ്പൽ കടവ് പാടിയത്. യേശുദാസിൻ്റെ മികച്ച 100 പാട്ടെടുത്താലും എന്നോട് പറയാണ്, യേശുദാസിൻ്റെ മികച്ച 100 പാട്ടുകൾ പറയൂ എന്ന് പറഞ്ഞ് ഞാൻ 100 പാട്ടെടുത്തെന്ന് വെച്ചോളൂ. ആ 100 പാട്ടിൽ അല്ലിയാമ്പൽ കടവ് ഉണ്ടാവും. അല്ല 50 പാട്ടെടുത്താൽ മതി എന്ന് പറഞ്ഞാലും ഞാൻ അല്ലിയാമ്പൽ കടവ് അതിലുണ്ടാക്കും. 10 പാട്ടെടുക്കാൻ പറഞ്ഞാലും ഞാൻ മറക്കില്ല, അല്ലിയാമ്പൽ കടവ് ആ പാട്ടിലുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഓരോ ധ്യാനമണിയും ആർക്കെന്ന് എഴുതിയെന്ന് പറഞ്ഞ പോലെ സിനിമയിലും അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പാട്ട് പാടേണ്ടത് യേശുദാസ് നേരത്തെ ദൈവം കുറിച്ചിരിക്കാം. IV ശശി സംവിധാനം ചെയ്ത MTയുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത അക്ഷരങ്ങൾ എന്നൊരു പടമുണ്ട്. അതിന് ONV കുറുപ്പ് സാർ എഴുതി ശ്യാം സംഗീതം നൽകിയ ഒരു മനോഹരമായ പാട്ടുണ്ട്. തൊഴുതുമടങ്ങും സന്ധ്യയിലേതോ വീതിയിൽ മായുന്നു, ഈറൻമുടിയിൽ നിന്ന് ഇറ്റിറ്റ് വീഴും നീർമണി തീർത്ഥമായി, കറുകപ്പൂവിന് തീർത്ഥമായി എന്ന് പറയുന്ന മനോഹരമായൊരു പാട്ട്. അക്കാലത്ത് തിരക്കുള്ള യേശുദാസിനായി ആ പടത്തിലെ 2 പാട്ട് യേശുദാസ് പാടേണ്ടതാണ്. 2ൻ്റെയും ട്രാക്ക് പാടി വെച്ചു. നവാഗതനായ ഉണ്ണിമേനോനാണ് ഈ തൊഴുതുമടങ്ങ് സന്ധ്യയിലേതോ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ട്രാക്ക് പാടിയത്. ട്രാക്ക് പാടി മിക്സ് ചെയ്ത് കേട്ടപ്പോൾ സംഗീത സംവിധായകൻ ശ്യാം ഉറപ്പിച്ചു, ഇത് യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കണ്ട, കാരണം മനോഹരമായി ഉണ്ണി പാടിയിട്ടുണ്ടല്ലോ. യേശുദാസ് പാടിയാൽ മാത്രം കാസറ്റ് കച്ചവടം നടക്കുന്ന കാലമാണ്. 4 പാട്ടുകളുണ്ട് അതിൽ. ജാനകിയമ്മ പാടിയ കറുത്ത തോണിക്കാര എന്ന് പറഞ്ഞ ഹിറ്റായ ഒരു പാട്ടാണ്. ജാനകിയമ്മയും ജയചന്ദ്രനുമാണ് ആ പാട്ട് പാടിയത്. പിന്നെ അലസത വിലാസിത എന്ന് പറഞ്ഞ് ജാനകിയമ്മ പാടിയ മറ്റൊരു പാട്ട്. ഉണ്ണിമേനോൻ പാടുന്ന ഒരു ഗാനമുണ്ട്. പിന്നെ ഒരു മഞ്ഞുതുള്ളിയിൽ, തൊഴുതുമടങ്ങും നേരം, ഇങ്ങനെ 2 പാട്ട് ദാസേട്ടൻ പാടണം. തൊഴുതുമടങ്ങും സന്ധ്യയിലേതോ എന്നുള്ള പാട്ട് ഉണ്ണിമേനൻ്റെ തന്നെ മതിയെന്ന് ശ്യാം ഉറപ്പിച്ചു നിന്നു. യേശുദാസിന് ഈ പാട്ട് IV ശശി കേൾപ്പിച്ചു കൊടുത്തു. IV ശശിക്ക്
സത്യത്തിൽ ദാസേട്ടൻ പാടണമെന്നായിരുന്നു. ദാസേട്ടൻ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറവും തോന്നിയില്ല ഈ പാട്ടിൽ. ഉണ്ണിമേനൻ്റെ നല്ല ഗാനങ്ങളിലൊന്നായി തൊഴുതുമടങ്ങി. ഇങ്ങനെ പറയാൻ തുടങ്ങിയ എത്രയോ കഥകൾ ഈ വിധത്തിലുള്ളത് പറയാനാവും. അതിലേറ്റവും പുതിയ കഥയാണ് ജിതിൻ കെ ജോസ് എന്ന സംവിധായകൻ ചിത്രീകരിച്ച കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രത്തിന് പറയാനുള്ളത്. ഈ മാസം 27-ാം തീയതി, നവംബർ 27-ാം തീയതി തിയേറ്ററിൽ വരാൻ പോകുന്ന സിനിമയാണ് കളങ്കാവൽ. നെഗറ്റീവ് കഥാപാത്രമാണ് മമ്മൂട്ടി നിർമ്മിച്ച് അഭിനയിക്കുന്ന കളങ്കാവലിൽ എന്നറിയുന്നു. മമ്മൂക്ക ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസർ. ഈ കഥാപാത്രത്തോടൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു വേഷമുണ്ട്. അത് പൃഥ്വിരാജാണ് ചെയ്യേണ്ടിയിരുന്നത്. പല പല കാരണങ്ങളാൽ ചിത്രീകരണ തീയതി മാറിയപ്പോൾ പൃഥ്വിരാജിന് ചെയ്യാൻ പറ്റാതെ പോയി. കാരണം എമ്പുരാൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനോ എന്തൊക്കെയോ തിരക്കുകളും കൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ അഭിനയിക്കാൻ പറ്റാതെ പോയി. പകരം ആര് എന്ന് ചിന്തിക്കുമ്പോൾ മമ്മൂട്ടി തന്നെ ഒരാളെ പറയുന്നു, സാക്ഷാൽ വിനായകൻ സാറിനെ. തലവേദന എടുത്ത് തലയിൽ വെച്ചു എന്ന് പറയാം, പക്ഷെ ഒരു തലവേദനയും ആ സെറ്റിലുണ്ടായിട്ടില്ല. മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിച്ച് വന്നിട്ടുണ്ട് സിനിമകളിൽ. വിനായകനുമായി ഒരു സിനിമ, അത് മമ്മൂട്ടിയും വിനായകനും വരുന്ന ഒരു സിനിമ, കട്ടക്കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകന് അതൊരു പുതുമയാകാൻ സാധ്യതയുണ്ട്. അടുത്ത കഥ MT തിരക്കഥ എഴുതിയ സുഹൃത്തിൽ പ്രവർത്തിക്കാനായത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ മഹാഭാഗ്യങ്ങളിൽ ഒന്നായി കരുതുന്ന ആളാണ് ഞാൻ. അതുപോലെ സുഹൃത്തിൻ്റെ തിരക്കഥ കോപ്പി എടുത്തത് ഞാനായിരുന്നു. എനിക്ക് താഴെ 4 പേരോ മറ്റോ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരായിട്ടുണ്ടായിട്ടും ഒരു സീൻ പോലും അവരെ കൊണ്ട് ഞാൻ പകർത്തി എഴുതിയിട്ടില്ല. അവർ കരുതി കാണും പൊട്ടാൻ ഉറക്കൊളച്ചിരുന്ന് കോപ്പി എടുക്കട്ടെ. തിരക്കഥ കോപ്പി എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് ക്ലേശിച്ച സിനിമയായിരുന്നു സുഹൃത്ത്. നമുക്ക് പിടിതരാത്ത കയ്യക്ഷരമാണ് MT സാറിൻ്റെ. എനിക്ക് സംശയം തോന്നിയ ഓരോ വാക്കും ഞാൻ പകർത്തി എഴുതിയില്ല. പകരം ഒരു നോട്ട് ബുക്കിൽ അതൊക്കെ കുറിച്ചു വെച്ചു. സീൻ 12-ൽ 4-ാമത്തെ ഡയലോഗിൽ രവിശങ്കർ പറയുന്ന ഡേഷ് വാക്ക് എന്ന് എഴുതി വെച്ചു. സീൻ 69-ൽ ഡോക്ടർ ഉണ്ണി രവിശങ്കറിനോട് പറയുന്ന ഡയലോഗിൽ 3-ാമത്തെ പാരഗ്രാഫിൽ 7-ാമത്തെ ഡേഷ് വാക്ക് ഇങ്ങനെ ബുക്കിൽ കുറിച്ച് വെച്ചു. MT സാർ വന്നപ്പോൾ സാറിൻ്റെ കയ്യെഴുത്ത് പ്രതിയും എൻ്റെ നോട്ട് ബുക്കുമായി ഞാൻ ചെന്നു സാറിനോട് കാര്യം പറഞ്ഞു. എൻ്റെ എഴുത്ത് വായിക്കാൻ ശരിക്കും കുഴങ്ങിയോ എന്ന് ചോദിച്ചു. ഇല്ല സാർ, ചില വാക്കുകളിൽ സംശയം തോന്നി, അത് എഴുതിയില്ല, ഞാനത് ബുക്കിൽ എഴുതി വെച്ചു. നന്നായി, ചോദിക്കും. MT സാർ, എനിക്കതൊരു മഹാഭാഗ്യമായിരുന്നു. ഞാൻ ഓരോരോ സീനിൻ്റെ ആയി ചോദിച്ചു. MT സാർ തിരക്കഥയിൽ നോക്കി ആ വാക്ക് എന്താണെന്ന് പറഞ്ഞു തന്നു. മറ്റ് ആ സുഹൃത്തിൽ വർക്ക് ചെയ്ത ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർക്കും കിട്ടാത്ത ഭാഗ്യമായിരുന്നു എനിക്ക് കിട്ടിയത്. അതുവരെ ഞാൻ കരുതിയത് ലോകത്ത് ഏറ്റവും മോശം കയ്യക്ഷരം ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായിരുന്ന PK ശ്രീനിവാസിൻ്റെയും കേരളകൗമുദി വീക്കെൻഡ് എഡിറ്ററായിരുന്ന S ഭാസുരചന്ദ്രൻ്റേതുമാണ് എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അവരെ കടത്തി വെട്ടി MT സാറെന്ന് പറയാം. കോപ്പി എടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാതെ പോവുകയും ചിത്രീകരിക്കുമ്പോൾ എന്നെ നന്നായി നോവിച്ചതുമായ ഒരു സീനുണ്ട് സുഹൃത്തിൽ. ക്യാൻസറിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രവിശങ്കർ തന്നെ ചികിത്സിച്ച് ഭേദമാക്കിയ ഡോക്ടർ ഉണ്ണി വിദേശത്തേക്ക് പോകാനായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി രവിശങ്കറിനെ കാണാൻ ഒരു ഫോറിനറെയും ഒരു ലേഡി ഡോക്ടറെയും കൂട്ടി വരുന്ന ഒരു സീനുണ്ട്. കണ്ടിട്ടുള്ളവർക്ക് അത് ഓർമ്മ കാണും. അപ്പോൾ തൻ്റെ ഭേദമായ അസുഖം തിരിച്ചു തരാനാകുമോ എന്ന് രവിശങ്കർ ചോദിക്കുന്നതാണ് സീൻ. അതിൽ മരണത്തെപ്പറ്റി ഒരു ഡയലോഗുണ്ട്. ഒരു അപേക്ഷയുണ്ട് ഡോക്ടർ, അത് ഡോക്ടർ ഗൗരവമായി എടുക്കണം. ഐ ആം വെരി വെരി സീരിയസ് എബൌട്ട് ഇറ്റ്. എഴുതിയാലോ ഡോക്ടർക്കെന്ന് വിചാരിച്ചതാണ്. ഡോക്ടറുടെ കഴിവുകൾ അപാരം, സിദ്ധാന്തം അത്ഭുതകരം. പക്ഷേ ഇനി മരണം ഉറപ്പായവരെ രക്ഷിക്കരുത് ഡോക്ടർ. കഴിവും ഡോക്ടറുടെ കൈപുണ്യവും ഉപയോഗിച്ച് അനായാസേനയുള്ള
മരണം ഒരുക്കി കൊടുക്കണം. വിധിയെ തിരുത്തി എഴുതാൻ ഡോക്ടർ ആര്, അല്ലെങ്കിൽ നമ്മളാര്? മരണം എവിടെയും ഒരു ഉത്സവം പോലെയാണ്. സഹതാപം എന്തിനാണ് സത്യത്തിൽ? എനിക്കത് വന്നില്ലല്ലോ എന്ന സന്തോഷത്തിൻ്റെ സ്വകാര്യ പ്രകടനം അല്ലേ? കൂത്തും പാട്ടുമായിട്ടാണ് വടക്കേ ഇന്ത്യയിൽ ശവമെടുപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ചെണ്ടയടിച്ച് ചാരായത്തിൻ്റെ ലഹരിയിൽ ആടിപ്പാടിയാണ് ശ്മശാനത്തിലേക്കുള്ള ഘോഷയാത്ര തമിഴ്നാട്ടിൽ. സായിപ്പ്, മഹാനായ സായിപ്പിൻ്റെ നാട്ടിലെ സ്ഥിതി വായിച്ചേ അറിവുള്ളൂ. അടക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ വിസ്കിയും വൈനും ഒഴുകുന്നു സമൃദ്ധമായി. ഇവിടെ വാങ്ങിയ ദുഃഖം മറക്കാനെന്ന് പറയും. ശല്യം തീർന്നതിൻ്റെ ആഘോഷമായും കരുതാം അല്ലേ ഡോക്ടർ? മനോഹരമായ ഈ സീൻ മാത്രം ചെയ്യാൻ സ്റ്റഡിക്കം ക്യാമറയൊക്കെ വരുത്തിയാണ് ചിത്രീകരിച്ചത് ഒരു അമ്പലത്തിൻ്റെ പശ്ചാത്തലത്തിൽ. കോപ്പി എടുക്കുന്നതിൻ്റെ ശ്രദ്ധയിൽ ഫീൽ ചെയ്യാത്ത വികാരം ചിത്രീകരിക്കുമ്പോൾ മമ്മൂട്ടി ഇടർച്ചയോടെ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു. ഒരാൾക്കും ഈ ഗതി വരരുതേ എന്ന് മനസ്സിൽ പറഞ്ഞുപോയി. കാരണം ഭേദമായ അസുഖം തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു കഥാപാത്രം. MD പറഞ്ഞത് എത്ര ശരിയാണ്. മരണം ഒരു ഉത്സവമാണ് ഇവിടെ, പ്രത്യേകിച്ച് കേരളത്തിൽ, അതിലും വിശേഷിച്ച് ഇപ്പോൾ സിനിമയിൽ. ഒരാൾ ആക്സിഡൻറ്റിലോ പ്രായാധിക്യത്തിലോ ആശുപത്രിയിലായാൽ ചത്തു എന്ന വാർത്ത കൊടുക്കാൻ മത്സരമാണ് ഇപ്പോൾ കേരളത്തിൽ, പ്രത്യേകിച്ചും ഈ യൂട്യൂബിൻ്റെ കാലത്ത്. വിജയ ഹോസ്പിറ്റലിൽ മരണവുമായി നസീർ സാർ മല്ലടിക്കുമ്പോൾ 3-ാം നിലയിലെ ജനാലയ്ക്കിൽ വന്ന അനുജൻ പ്രേംനവാസ് താഴേക്ക് നോക്കി രക്ഷയില്ല എന്ന അർത്ഥത്തിൽ കൈ കാണിച്ചപ്പോൾ പ്രേം നസീർ തീർന്നു എന്ന് കേരളത്തിലെ പത്ര ഓഫീസുകളിലേക്ക് കമ്പി അടിച്ചവരുണ്ട്. തിലകൻ ചേട്ടൻ ഇതുപോലെ സീരിയസ് ആയി തുടരവേ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് ലാസ്റ്റ് എഡിഷൻ അടിക്കാൻ സമയമായി, മരിച്ചു എന്ന് കൊടുത്തോട്ടെ എന്ന് മകൻ ഷമ്മി തിലകനോട് സമ്മതം ചോദിച്ച ഒരു പത്രമുത്തശ്ശിയുള്ള നാടാണ് കേരളം. അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പിന്നെയും വർഷങ്ങൾ ജീവിച്ചു. മരിക്കുന്നതുവരെയും പിന്നെ ആ മുത്തശ്ശിയെ കണ്ണും വെട്ടത്ത് തിലഞ്ചേട്ടൻ കയറ്റിയിട്ടില്ല. യേശുദാസ്, മോഹൻലാൽ, ശ്രീനിവാസൻ, അവസാനം മമ്മൂട്ടിയെ വരെ കൊല്ലാക്കൊല ചെയ്തവരായിരുന്നു മീഡിയകളും മലയാളികളും. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ധർമ്മേന്ദ്ര എന്ന ഒരു കാലത്തെ സൂപ്പർ സ്റ്റാർ വാർദ്ധക്യ സഹജമായ അസുഖത്താൽ ആശുപത്രിയിലായപ്പോൾ, വെന്റിലേറ്ററിലായപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് ആധികാരികമായി വാർത്ത കൊടുത്തു. അത് കണ്ട് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് വരെ എക്സിൽ അനുശോചനം കുറിച്ചു. അദ്ദേഹം ആശുപത്രി വിട്ട് ഇപ്പോൾ മകൻ സണ്ണി ഡിയോളിൻ്റെ വീട്ടിലേക്ക് വന്നു. എത്ര ബോറെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ പറഞ്ഞ തിലകൻ ചേട്ടനോട് ചോദിച്ച അതേ പത്രമുത്തശ്ശിയുടെ ചാനലിൽ ധർമ്മേന്ദ്ര അന്തരിച്ചു എന്ന് എഴുതി കാണിച്ചു. 90 വയസ്സായ മനുഷ്യനാണ്. കുറേ കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. രോഗബാധിതനായി ആശുപത്രി വെന്റിലേറ്ററിലായി. അദ്ദേഹം തീർന്നു എന്ന് സ്വയം വിധിക്കാൻ ഈ പത്രമുത്തശ്ശി അടക്കമുള്ളവർക്ക് എന്താണ് അധികാരം? ഈ വാർത്ത അറിയുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം എന്തായിരിക്കും ആലോചിക്കുക എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. 65 വർഷത്തിനിടയിൽ 300 സിനിമകൾ, 100 ഏക്കർ വിസ്തീർണമുള്ള ഫാം ഹൗസ്, 335 കോടി രൂപയുടെ ആസ്തിയുള്ള മനുഷ്യൻ. 19-ാം വയസ്സിൽ ആദ്യ വിവാഹം പ്രകാശ് കൗറുമായിട്ട്, 45-ാം വയസ്സിൽ രണ്ടാമത്തെ കല്യാണം ഹേമമാലിനിയുമായിട്ട്, രണ്ടിലും കൂടി 6 മക്കൾ, 4 പെൺമക്കളും 2 ആൺമക്കളും. ദിൽഫി തേര ഹംഫി തേര എന്ന് പറഞ്ഞ 1960-ലെ ഒരു സിനിമയിലൂടെയാണ് ധർമ്മേന്ദ്ര ആദ്യമായി ക്യാമറയുടെ മുന്നിലെത്തിയത്. അദ്ദേഹം ഇപ്പം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ എങ്ങ് കാണില്ല എങ്കിൽ പോലും കേരളത്തിലുള്ള ഈ പത്രമുത്തശ്ശിയുടെ ആ മരിച്ചു എന്നുള്ള കോപ്പി എടുത്ത് ആരെങ്കിലും അങ്ങനെ കാണിച്ചു കൊടുത്താൽ ഇത്ര വിവരം കേട്ടവരാണോ കേരളത്തിലുള്ളതെന്ന് ചോദിക്കില്ലേ? അതുപോലെ തന്നെ ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ ഉടൻ നമ്മളെ കയറി വിളിക്കുന്നു, അടുത്ത എപ്പിസോഡ് ധർമ്മേന്ദ്രയെ കുറിച്ചല്ലേ എന്ന്. എടാ, നിനക്കും അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്.
ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പുത്തനച്ചി പുറപ്പുറം തൂക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മുടെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്താൽ ഉടനെ ഒരു പുതിയ വാർത്താ ചാനൽ തുടങ്ങാൻ പോകുമ്പോൾ, സർക്കാർ ജോലി കിട്ടുമ്പോൾ ഒക്കെ പെണ്ണ് കെട്ടി ആദ്യ രാത്രി വരെ നടപ്പിലാക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നടപ്പിലാക്കും എന്ന് പറയും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെയല്ലേ ഈ നാട്ടിൽ നടക്കുന്നത്? ഒരു പുതിയ വാർത്താ ചാനലാണ് വരുന്നത് വെച്ചോളൂ. ഇതുവരെയുള്ള ഒരു ചാനലും ചെയ്യാത്ത സംഭവങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ പോണതെന്ന് പറയും. രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ തന്നെ മന്ത്രി പറയും, ഇതുവരെ ഒരു മന്ത്രിമാരും ചെയ്യാത്ത ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുകയാണെന്ന് പറയും. അതുപോലെ തന്നെ സർക്കാർ ജോലി കിട്ടിയാലും പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും. ഒരു പെണ്ണിനെ കിട്ടിയാലും പറയും, ആദ്യ രാത്രി ഭാര്യയോട് പറയും, ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ചുക്കും നടക്കില്ല എന്നുള്ളതാണ് സത്യം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നത് ഇലക്ഷൻ വരെയല്ലേ വാലിഡിറ്റി ഉള്ളൂ എന്ന് ചോദിച്ചാൽ നമ്മുടെ PS ശ്രീധരൻപിള്ള ജീവിച്ചിരിക്കുന്ന നാടാണ് കേരളം. ആരംഭ ശൂരത്വമൊക്കെ ആദ്യ വാചകമടിയിൽ തീരും. 2 പെഗ് അടിച്ചിട്ട് വന്ന് ആദ്യ രാത്രി നവവധുവിൻ്റെ തലയിൽ കൈവച്ച് ഞാനിനി ഈ ജന്മം വെള്ളമടിക്കില്ല എന്ന് ശബ്ദം എടുക്കുന്നത് പോലെ കണ്ടാൽ മതി കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഇപ്പോൾ എന്നെ ഓർപ്പിച്ചത് നമ്മുടെ സ്വന്തം റസൂൽ പൂക്കുട്ടിയാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി കഴിയുമ്പോൾ എന്തെങ്കിലും നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം പൂക്കുട്ടി. 10,000 സീറ്റുകളെ കഷ്ടിച്ച് ഫിലിം ഫെസ്റ്റിവലിന് സിനിമ കാണാനായിട്ട് തിയേറ്ററുകൾ നമ്മൾ ബുക്ക് ചെയ്യാറുള്ളൂ തിരുവനന്തപുരത്ത്. അതിൽ തന്നെ ഏതാണ്ട് 2000-ലധികം പേരോ മറ്റോ ഇരുന്ന് കാണുന്നത് നിശാഗന്ധിയിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ്. എന്നാൽ 15,000 പാസ് അടിക്കും. ഇതിൽ 5,000 പാസുകൾ ഫ്രീ ആയി പോകും. അത് മന്ത്രിമാരുടെ ഓഫീസുകളിലും പോലീസ് അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൈപ്പറ്റുന്നു എന്നാണ് പൂക്കുട്ടി പറയുന്നത്. പൂക്കുട്ടിക്ക് ഇത് എവിടെ നിന്നാണ് ഇത്രയും വിവരങ്ങൾ കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഇവരാരും യഥാർത്ഥ സിനിമാ പ്രേമികളല്ല എന്നും പൂക്കുട്ടി പറയുന്നു. എൻ്റെ പൊന്നു പൂക്കുട്ടി, 1000, 15,000 എന്താ പറയുക, ഇങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഇവിടെ 1500 പാസ് വരെ പോകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇവിടുത്തെ മീഡിയകൾക്കാണ്. ഒരു പത്രം ഓഫീസ് തന്നെ 100-ലധികം പാസ്സാണ് കൈപ്പറ്റുന്നത്. അവൻ്റെ വീട്ടുകാരികൾക്ക് വരെ ഇവിടുന്ന് പാസ് അടിച്ചുകൊണ്ട് പോകും, സൗജന്യ പാസ്. മീഡിയ എന്ന് അടിച്ചു. നിങ്ങൾ അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽ അടക്കുമ്പോൾ മീഡിയയെ തൂക്കി നടക്കുന്ന ആളുകളെ നോക്കി നോക്കും, 90% മീഡിയയുമായിട്ട് ബന്ധമില്ലാത്തവരാണ്. കാരണം ഈ പത്ര ഓഫീസിൽ ഇരിക്കുന്ന സാറന്മാർ അവിടുന്ന് ലെറ്റർ പേഡെല്ലാം അടിച്ചു കൊടുക്കും ഇവർക്കൊരു പാസ് കൊടുക്കാൻ. അങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന പത്രങ്ങളും മീഡിയകളുമാണ് ഇവിടെ ഉള്ളത്. ചാനലുകളെല്ലാം ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൈപ്പറ്റുന്നതന്നെ ഒരു 1000-1500 പാസ് വരും. ചലച്ചിത്ര അക്കാദമിയിലെ മെമ്പർമാരും ഉദ്യോഗസ്ഥരും ചുരുങ്ങിയത് ഒരു 1000 പാസെങ്കിലും അടിച്ചു മാറ്റും സൗജന്യമായിട്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ കുറേ പേരെ പേര് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ചലച്ചിത്ര അക്കാദമിയിലുള്ള ചിലർ, അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നവർ എത്ര പാസ് അടിച്ചു മാറ്റുന്നു എന്ന് അറിയണമെങ്കിൽ. ഇന്ന് വരെ ഒരു ഫെസ്റ്റിവലിലും മുഴുവൻ പങ്കെടുക്കാത്ത എത്ര രാഷ്ട്രീയക്കാർക്ക് സിനിമാക്കാർക്കും അടക്കം പാസ് പോകുന്നു എന്ന് അന്വേഷിച്ചാൽ ചുരുങ്ങിയത് ഒരു 1000 പാസ് അങ്ങനെയും പോകുന്നുണ്ട്. ഇവരാരും ടാഗോർ തിയേറ്ററിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് പോലും വരാറില്ല. പാസ് റസൂൽ പൂക്കുട്ടി ഒന്ന് നിർത്തിയേ, വിവരമറിയും താങ്കൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിണറായി എന്തായാലും സിനിമ കാണാൻ വരാറില്ല. സജി ചെറിയാനോട് റസൂൽ പൂക്കുട്ടി പറയുമോ പൈസ കൊടുത്ത് പാസ് എടുക്കുമെന്ന് പറയുമോ? പുളിക്കും. ദിവ്യ അയ്യരാണല്ലോ സാംസ്കാരിക സെക്രട്ടറി, അവരോട് പറയുമോ ദിവ്യ പാസ് ഇല്ല കേട്ടോ, റസൂൽ പൂക്കുട്ടിയാണ് ഭരിക്കുന്നത്, നിങ്ങൾ പൈസ കൊടുത്തെടുക്കണം എന്ന് റസൂൽ പൂക്കുട്ടി പറയുമോ? എന്തിനധികം ഭാഗ്യലക്ഷ്മിയോട് പൂക്കുട്ടി പറയുമോ കാശ് കൊടുത്ത് പാസ് വാങ്ങാൻ? അവർ കഴിഞ്ഞ 25 വർഷമായിട്ട് സൗജന്യ പാസ്സല്ലേ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഒഫീഷ്യലായിരിക്കും, അല്ലെങ്കിൽ അക്കാഡമി മെമ്പറായിരിക്കും, അല്ലെങ്കിൽ KSFDC മെമ്പറായിരിക്കും. അത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും. അവരോട് പൂക്കുട്ടി പറയുമോ ഭാഗ്യലക്ഷ്മി ഈ പരിപാടി ഇനി നടക്കില്ല കേട്ടോ, 1000 രൂപ കൊടുത്ത് പാസ് എടുക്കണം എന്ന് പറയുമോ? നമ്മളൊരു വാചകം അടിക്കാൻ പോകുമ്പോൾ അതൊക്കെ ആലോചിക്കണം എന്നാണ് എനിക്ക് പൂക്കുട്ടിയോട് പറയാനുള്ളത്. തൻ്റെ കച്ചവടം അതോടെ പൂട്ടും എന്നാണ് നാടൻ ഭാഷയിൽ എനിക്ക് പൂക്കുട്ടിയോട് പറയാനുള്ളത്. ചുമ്മാ പറയുകയല്ല, ഒന്ന് ചെയ്ത് കാണിക്കും. അതുപോട്ടെ, വിദേശ സിനിമകൾ വാങ്ങുന്ന സ്ഥിരം തീവെട്ടി കൊള്ളക്കാരെ ഒന്ന് മാറ്റാൻ പൂക്കുട്ടിക്ക് കഴിയുമോ? കോടികൾ ലാഭിക്കാം അതിലൂടെ. ഈ
സൗജന്യ പാസ് കൊടുക്കുന്നതിലൊക്കെ എന്തിനാണ് വാശി പിടിക്കുന്നത്? 1000 പേർക്ക് അല്ലെങ്കിൽ 1500 പേർക്ക് അല്ലെങ്കിൽ 5000 പേർക്ക് കൊടുക്കുന്നു വെച്ചോ സൗജന്യം, എത്ര രൂപ ആവും? നേരെ മറിച്ച് വിദേശത്തെ KS ഗോപാലകൃഷ്ണന്മാർ ചെയ്യുന്ന സിനിമകൾ ആക്രി വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ തരുന്ന എത്രയ്ക്കാണ്? അതിന് മീഡിയേറ്റർ ഉണ്ടെന്നേ, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. വർഷങ്ങളായി 10, 30, 29 വർഷമായിട്ട് ഈ വെട്ടിപ്പ് നടത്തുന്നവരെ അന്വേഷിച്ച് നോക്ക്. അത് തടയാൻ പറ്റുമോ എന്ന് പൂക്കുട്ടി ഒന്ന് നോക്ക്. ഫെസ്റ്റിവൽ ബുക്ക് അടിക്കുന്നതിന്, പാസ് അടിക്കുന്നതിന്, ഫെസ്റ്റിവൽ സഞ്ചി അടിക്കുന്നതിന്, ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നതിന് എന്ന് തുടങ്ങി വർണ്ണ ലൈറ്റുകൾ മരങ്ങളിൽ തൂക്കുന്നതിനും ഫ്ലെക്സ് ബോർഡുകൾ അടിക്കുന്നതിൽ വരെ റസൂൽ പൂക്കുട്ടിക്കൊന്ന് ഓൺലൈനിലാക്കാമോ ഇതൊക്കെ കൊട്ടേഷൻ വിളിക്കുന്നത്? ഇത് ഏതെങ്കിലും കള്ള അഡ്രസ്സ് വെച്ച് 4 ലെറ്റർ പേരിൽ അടിച്ചുകൊണ്ടുവന്ന് 4 എമൗണ്ട് കൊണ്ട് തരും, എൻ്റെ യഥാർത്ഥ അഡ്രസ്സും തരും. ഏറ്റവും ചുരുങ്ങിയ ഇതിട്ടിരിക്കുന്നത് ഞാനായിരിക്കും റേറ്റ്, എനിക്ക് കിട്ടും. ഇങ്ങനെയല്ലേ കഴിഞ്ഞ 29 വർഷമായിട്ട് അവിടെ ഇതൊക്കെ നടക്കുന്നത്? അതൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇത്തിരി പുളിക്കും പൂക്കുട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. തന്നെ അപ്പോൾ പൊക്കും, അക്കാഡമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ പൊക്കും. ഇപ്പോൾ പൂക്കുട്ടി പറയുന്നത് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ഈ ഉടുപ്പ് ഊരും എന്നാണ് പറയുന്നത്. ഉടുപ്പ് ഊരേണ്ടിയൊന്നും വരില്ല, കണ്ടം ഊരി തരും. കാരണം എന്താണെന്ന് പോലും പറയാതെ, സജി ചെറിയാൻ പോലും അറിയാതെ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുക്കാൻ പൂക്കുട്ടിയെ കൊണ്ടാവൂ? ഒരു 10-20 എണ്ണം അഴിക്കുള്ളിലാവും. നോക്കുന്നോ? മന്ത്രിയോടൊന്നും ചോദിക്കണ്ട. അക്കാഡമിയിലെ കഴിഞ്ഞ 10 വർഷത്തെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വരവ് ചെലവ് കണക്കിലെടുത്താൽ മിനിമം ഒരു 10-20 എണ്ണം, ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള പോലെ 10-20 എണ്ണമെങ്കിലും അകത്താവും. അത്രയും കമ്മീഷനാണെന്നേ അടിക്കണേ. ഒഫീഷ്യൽ പാസ്സുള്ളവർക്ക് മാത്രം 4 നേരം ഭക്ഷണം എന്നാക്കുമോ? രാത്രിയിലെ 5 സ്റ്റാർ ഹോട്ടലുകളിലെ വെള്ളമടി, ആ പാർട്ടി അവസാനിപ്പിക്കാൻ പൂക്കുട്ടിക്കാവുമോ? ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റും അക്കാഡമി ചെയർമാനും സെക്രട്ടറിയും ഒക്കെ ഉണ്ട്. അവരല്ല പൂക്കുട്ടി ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത്. അതാദ്യം പഠിക്കും. LDFും UDFും മാത്രമല്ല, നാളെ BJP സംസ്ഥാനം ഭരിച്ചാലും ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കാണാനാകാത്ത ചില എന്താ പറയുക ഒളിച്ചു നിൽക്കുന്ന ചില നീരാളി പിടുത്തക്കാർ ഇവിടെ ഉണ്ട്. അവരാണ് ഫെസ്റ്റിവൽ നടത്തുന്നത്. അത് പൂക്കുട്ടിക്ക് അറിഞ്ഞിടാത്തതുകൊണ്ടാണ് അവർ തന്നെ പൂക്കുട്ടി ഇരിക്കുമ്പോഴും നടത്തും, നാളെ BJP വന്നാലും നടത്തും. സിനിമാ നിർമ്മാണത്തിന് അക്കാഡമി അല്ല സാമ്പത്തിക സഹായം നൽകുന്നത്, ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് അത് ചെയ്യുന്നതെന്നുള്ള ബാലപാഠം പോലും പാവം പൂക്കുട്ടിക്ക് അറിയില്ല. പൂക്കുട്ടി പറയാണ് സിനിമയ്ക്ക് നിർമ്മിക്കാനായിട്ട് സാമ്പത്തിക സഹായം അക്കാഡമി ചെയ്യുന്നത് തുടരും എന്നാണ് പറഞ്ഞത്. അക്കാഡമി 10 പൈസ കൊടുക്കുന്നില്ല, KSFDC ആണ് കൊടുക്കുന്നത്. എന്നാലും അടൂർ പറഞ്ഞതിനെ പൂക്കുട്ടി പിന്തുണച്ചു. നല്ലത്. ബാക്കിയൊക്കെ ഇങ്ങനെയേ പോകൂ പൂക്കുട്ടി. കുപ്പായം ഭാരമുള്ളതാണെങ്കിൽ ഊരാൻ നിൽക്കേണ്ട, ആണുങ്ങൾ ഊരിച്ചോളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നായിരുന്നു. ഒരു കൊച്ചു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞൊരു നടനുണ്ടല്ലോ. ഹരീഷിൻ്റെ ജാലിയൻ കണാരൻ എന്ന കഥാപാത്രം വരുന്ന സ്കിറ്റുകൾ എത്ര വട്ടം കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് പറയാനായില്ല. അതുപോലെ ഒരു കാലനിയും കൊണ്ട് നടക്കുന്ന ഒരു ആട്ടോക്കാരൻ്റെ കഥ ഹരീഷ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കും. അത്രയ്ക്ക് രസമാണ് ഹരീഷ് കണാരൻ്റെ പ്രകടനം. ഹരീഷ് പെൺവേഷം കെട്ടിയിട്ട് ഡൈവേഴ്സ് വാങ്ങാൻ കോടതിയിൽ വരുമ്പോൾ ഭർത്താവായി വരുന്നൊരു നടനുണ്ട്, പാവം, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. ഇവർ രണ്ടുപേരും കൂടി കോടതിയിൽ കാണിച്ചു കൂട്ടുന്ന ചെയ്തികൾ ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും. കുറേ കാലമായി ഹരീഷ് സജീവമല്ലാത്ത പോലെ തോന്നിയിരുന്നു. ഇപ്പോഴിതാ ഹരീഷ് തന്നെ അതിൻ്റെ കാരണം പറഞ്ഞു വന്നിരിക്കുന്നു. തൻ്റെ ഡേറ്റ് നോക്കിയിരുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ 20 ലക്ഷം രൂപ കടമായി വാങ്ങിയിട്ട് തിരികെ ചോദിക്കുമ്പോൾ അയാൾ പിണങ്ങി. അമ്മയിൽ ഹരീഷ് പരാതി കൊടുത്തതോടെ ഹരീഷിനെ അയാൾ ഒതുക്കി എന്നാണ് ഹരീഷ് പറയുന്നത്. ഹരീഷിനൊക്കെ എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് ക്ലിക്കായി എന്ന് തോന്നിയാലുടനെ ഒരു മാനേജർ മാമനെ അങ്ങ് വയ്ക്കും. അവൻ ഹരീഷ് 50,000 രൂപ ഒരു ദിവസം വാങ്ങുന്നുവെങ്കിൽ പിറ്റേ ദിവസം മുതൽ 75,000 രൂപ വെച്ച് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഹരീഷിനൊക്കെ സന്തോഷമാവും. എന്നിട്ട് ആ മാമൻ ചെയ്യുന്ന പണി ഒരു ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വെച്ച് വാങ്ങിക്കും.
ചുമ്മാ നോക്കുകൂലിയായി അവന് 75,000 രൂപ കിട്ടും. ഇത് ഹരീഷ് അറിയില്ല. ഹരീഷ് 50,000 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നില്ലേ, പെട്ടെന്ന് 75 രൂപ വാങ്ങിച്ച് നോക്കും, മിടുക്കം തന്നെ, മാനേരും മിടുക്കം തന്നെ എന്ന് ഹരീഷ് വിചാരിക്കും. പക്ഷേ അവൻ 1.5 ലക്ഷത്തിനാണ് ഹരീഷിനെ വിറ്റിരിക്കുന്നത്. ഒരു പണിയും ചെയ്യാതെ അവന് 75,000 രൂപ വെച്ച് കിട്ടും. അപ്പോൾ ഒരു എത്ര രൂപ ഉണ്ടാക്കും നിങ്ങൾ ആലോചിച്ചു. 10 നടന്മാരെയും 10 നടികളെയും ഇങ്ങനെ കൈപ്പിടിയിൽ കിട്ടിയാൽ ദിവസം യവന്മാർ ചുരുങ്ങിയത് ഒരു 10-20 ലക്ഷം രൂപ ഒപ്പിക്കും, ഒന്നും ചെയ്യാതെ വേർക്കാതെ. അതാണിപ്പോൾ നടക്കുന്ന മലയാള സിനിമയിൽ. പിന്നെ ഈ മാമൻ്റെ ചുറ്റും കറങ്ങും മലയാള സിനിമ. പണിയെടുക്കാതെ പണം വന്ന് കയറുമ്പോൾ ഈ മാമന്മാർ സിനിമ പിടിക്കാറുണ്ട്. കാശുള്ള ഏതെങ്കിലും കഴുതയെ പാർട്ണറാക്കും. അവൻ്റെ കാശിലാവും മിക്കവാറും സിനിമ പിടിക്കുക. അവന് വേണ്ടതെല്ലാം ഈ മാമന്മാർ ഒപ്പിച്ചു കൊടുക്കും. മുടക്കിയ 10 കോടി പോയെങ്കിലെന്ത്, 20 പെമ്പിള്ളേരുടെ കൂടെ പുറത്തില്ലേ എന്ന് ആശ്വസിച്ച് ഈ കാശ് മുടക്കിയ മണ്ടൻ കഴുത പെട്ടിയും തൂക്കി ഗൾഫിൽ കക്കൂസ് ഒഴുകാനായിട്ട് പോകും. അടുത്ത മരക്കഴുത കാനഡയിൽ നിന്നോ ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വന്ന് ചാടും. മാമൻ തിന്നു കൊഴുക്കും. കൂടെ എത്തിയ എന്താ പറയുക, മറ്റു നേരത്തെ പറഞ്ഞ പോലത്തെ പണിയൊക്കെ ചെയ്തിട്ട് അങ്ങ് തിരിച്ചും പോകും. ഈ മാമന്മാരെല്ലാം എന്തിനും പോന്ന ഒരു സംഘം ചിങ്കടികളെ തീറ്റയും കുടിയും ഒക്കെ കൊടുത്ത് വളർത്തും. ചീത്ത വിളിക്കാം ഫോണിൽ. ഇപ്പോൾ ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ എന്നെയും വിളിക്കും രാത്രി. കുറേ എണ്ണത്തിനെ കൊണ്ട് നടക്കും ഇവൻ്റെ അസിസ്റ്റൻ്റുമാരായിട്ട്. ഓരോ പടവും ചെയ്യുന്ന യവന്മാരായിരിക്കും. അപ്പോൾ തീറ്റയും കുടിയൊക്കെ നടന്ന് കുറേ കാശ് കിട്ടുന്നതുകൊണ്ട് ഇവന് വേണ്ടി ചാവേറായിട്ട് നടക്കും. ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ചീത്ത വിളിക്കാനായിട്ട്. കാശിറക്കാൻ വന്നവൻ വല്ലതും ചോദിച്ചാൽ യവന്മാർ ഈ കിങ്കരന്മാരെ കൊണ്ട് ഇടിയും കൊടുത്ത് പറഞ്ഞു വിട്ടു. എനിക്ക് ഹരീഷിനോട് പറയാനുള്ളത്, തൻ്റെ ഡേറ്റ് താൻ തന്നെ നോക്ക്, തൻ്റെ പ്രതിഫലം താൻ തന്നെ പറയും. അവസരങ്ങൾ ഇനിയും വരും, കാരണം നിങ്ങളൊരു മിടുക്കനാണ്. 24 മണിക്കൂർ 72 ആക്കിയാൽ തികയാത്ത ജഗദീഷ് ശ്രീകുമാറിന് ഒരു മാമനും മാനേജരായില്ലായിരുന്നു. തിലകൻ ചേട്ടനും സുമാരി ചേച്ചിക്കും കവിയൂർ പൊന്നമ്മയ്ക്കും പോലും പ്രായമായിട്ടും അസുഖങ്ങളുണ്ടായിരുന്നിട്ടും ഒരു മാമനോ മാമിയോ തൻ്റെ ഡേറ്റ് നോക്കാനോ തൻ്റെ പ്രതിഫലം പറയാനോ അവർ വച്ചിരുന്നില്ല. തിലകൻ ചേട്ടനൊക്കെ ഒറ്റയ്ക്കല്ലേ എല്ലാം തീരുമാനിക്കുന്നത്, ഏത് ഡേറ്റ് എന്ന് മുതൽ എന്ന് വരെ, ഇതിനിടയിൽ ഞാൻ ഇന്നിടത്ത് പോവും, ഇത്ര രൂപ ശമ്പളം, എല്ലാം തിലകൻ ചേട്ടനല്ലേ പറഞ്ഞിരുന്നത്. സുമാരി ചേച്ചി ഈ വയസ്സായ കാലത്ത് തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി തിരുവനന്തപുരത്ത് ഒരു കുട്ടപ്പനുണ്ടായിരുന്നു. കുട്ടപ്പൻ്റെ കാർ കയറി ഊട്ടി പോകും. പിറ്റേ ദിവസം ഊട്ടിയിലായിരിക്കും. ഊട്ടിയിൽ 5 ദിവസം ചെയ്തിട്ട് എറണാകുളത്ത് പോകും. എറണാകുളത്ത് 2 ദിവസം ചെയ്തിട്ട് കോഴിക്കോട്ട് പോകും. ഒരു മാനേജരും അവർക്കില്ലായിരുന്നു. നിങ്ങളൊക്കെ ചെറുപ്പമായിട്ടും എന്തിനാ ഇങ്ങനെ കഴുത്ത് വെച്ച് കൊടുക്കുന്നത് എന്നാണ് ഹരീഷോട് എനിക്ക് ചോദിക്കാനുള്ളത്. അമ്മയിൽ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം? കടം കൊടുത്തത് മടക്കി വാങ്ങിത്തരാനുള്ള സംഘടനയല്ലല്ലോ, അല്ലെങ്കിൽ കൊട്ടേഷൻ ടീമല്ലല്ലോ അമ്മ. പോയത് പോട്ടെ. എനിക്ക് പറയാനുള്ളത്, മിടുക്കനായ ഹരീഷ് കണാരൻ ഇനിയെങ്കിലും ഒരു മാമനെയും കൂടെ കൂട്ടാതെ സ്വന്തമായി ജീവിക്കാൻ നോക്കിയാൽ പോയതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം ഹരീഷേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ഈ എപ്പിസോഡ് കുറച്ച് നീണ്ടുപോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ഈ ആഴ്ചത്തെ വാരഫലം എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ലൊരു ഞായർ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.